കോളിഫ്ലവർ വെച്ച് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്ത ഐറ്റമാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സാധാ ചോറൊക്കെ കഴിച്ച് മടുത്ത് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒരു 10-15 മിനിറ്റ്. കാരണം ഇതിലെന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി കോളിഫ്ലവർ വറുത്ത അതേ എണ്ണ തന്നെ കുറച്ച് ഞാനൊരു പാനിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് 1 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ. അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് റൈസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം സാധാ റൈസിനേക്കാളും ഇതുപോലുള്ള റൈസുകൾ എടുക്കുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് ആയിട്ട് വരിക കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുക. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി കോളിഫ്ലവർ റൈസ് തയ്യാറാണ്. ഈസിയാണ് ആക്കാനായിട്ട്. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്